ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പനൂർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലറിയാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ സച്ചി പൂവും കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അനുഭവം പറയും, ദാ അവരെത്തി സാർ എന്നിങ്ങനെ പറയും. എന്നിട്ട് അപ്പോൾ ഇപ്പോഴും അവൻ എത്തിച്ചതിൽ എന്താ പറയുക, സന്തോഷിക്കുക. സച്ചിക്ക് സന്തോഷമാണ് അവിടെ എത്തിയല്ലോ എന്നുള്ളത്. പക്ഷേങ്കിൽ വിജയകുമാർ സാറ് സന്തോഷിച്ചിട്ടില്ല. അതിൽ പകരം എന്നെ ചതിക്കാൻ ശ്രമിച്ചവനെ കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ എന്നിട്ട് സച്ചി ഇറങ്ങുമ്പം അവനെ പിടിച്ചു വെക്കുക. എന്നെ ചതിക്കാൻ ശ്രമിച്ച അവനെ പിടിച്ചു വെക്കും എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും അവനെ പിടിച്ചു വെക്കും. സച്ചിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്തിനെ പിടിച്ചു വെക്കുന്നുള്ള കാര്യം. അപ്പോൾ വിജയകുമാർ സാർ പറയും, നീ എത്ര വർഷമായി എൻ്റെ എതിർ പാർട്ടിയിൽ ചേർന്നിട്ട് ആര് പറഞ്ഞിട്ടാണ് നീ ഇതിൽ കളിച്ചത്, പിന്നെ എന്നെ നാണം കെടുത്താനല്ലേ നീ ഇത് കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പിടിച്ചു വെക്കും, വഴക്കൊക്കെ പറയും. സച്ചിൻ പറയും, അയ്യോ സാറേ, ഞാൻ ഒരു രാഷ്ട്രീയത്തിലുള്ള ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ ഡ്രൈവറാണ്, ഇങ്ങനെ ജീവിച്ചു പോകുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ രേവതി ഇങ്ങനെ, സാർ ഇവിടെ സാറിന് വീട് എൻ്റെ സച്ചിയേട്ടനെ വിടാൻ പറ, എന്തിനെ പിടിച്ചു വെച്ചിരുന്നത്, നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മളിവിടെ നിങ്ങളെ പറഞ്ഞ പൂവ് എത്തിച്ചില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ഈ വിജയകുമാർ സാർ പറയും, അത് ഞാൻ വരട്ടിയത് കൊണ്ട്, എന്നെ പേടിച്ചിട്ട് ആദ്യം എന്നെ ചതിക്കാൻ ശ്രമിച്ചു, പിന്നെ ഞാൻ പേടിപ്പിച്ചത് കൊണ്ട്, ഞാൻ വരട്ടിയത് കൊണ്ട് നീ ഇവിടെ അത് എത്തിച്ചു എന്നുള്ള രീതിയിലാണ് പറയാം. അപ്പോൾ എന്നിട്ട് എന്നെ ചതിക്കാൻ ശ്രമിച്ച ഇവനെ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ ഒരു മുറിയിൽ കൊണ്ടുപോയി കെട്ടിയിട്, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയോട് പറയും. അനൂപിനൊരു അടിയും കൂടെ കൊടുക്കും കേട്ടോ. സച്ചിയോട് ദേഷ്യത്തിന് വിളിച്ചിട്ട്, ഇവൻ്റെ വാക്കും കേട്ടിട്ട് നിനക്ക് ഓർഡർ തന്ന എന്നെ വേണം അടിക്കാമെന്ന് പറഞ്ഞിട്ട്, എന്നെ വേണം പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് സച്ചി ഇവിടെ തന്നെ പിടിച്ചു വെക്കും. ഇത് കല്യാണത്തിന് വേണ്ടി ഉള്ളിലേക്ക് പോകാൻ വേണ്ടി നോക്കും. അതിന് മുന്നേ മാല ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറയും. മാല അതിനകത്ത് ഫുൾ മാലയുണ്ട്, മാല എത്തിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് മാല ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് അതൊക്കെ ഓഡിറ്റോറിയത്തിൽ വേഗം എത്തിക്കാനൊക്കെ പറയും. എന്നിട്ട് അങ്ങോട്ടേക്ക് പോകും. വിജയകുമാർ സാർ ഉള്ളിലേക്ക് പോകാൻ നോക്കും. അപ്പോൾ രേവതി ബാക്കിൽ തന്നെ ഓടി പോയിട്ട്, സാർ എന്തിനാ ഇങ്ങനെ അവർ സച്ചേട്ടനെ കെട്ടിയിടുന്നത്, വിടുമെന്ന് പറയും. അപ്പോൾ നീ ആരാണ് ചോദിക്കും. അപ്പോൾ രേവതി പറയും, ഞാൻ രേവതി ഭാര്യയാണെന്നുള്ള രീതിയിൽ പറയും. എന്നിട്ട് എന്തിനാണ് കെട്ടിയിരിക്കുന്നത്, നിങ്ങൾ ചതിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല, വീട് പൂവ് എത്തിക്കലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, മുഹൂർത്തത്തിന് മുന്നേ പൂവ് എത്തിക്കാൻ കഴിയില്ലേ എന്നുള്ളൊരു ടെൻഷനും വിഷമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരും. വീണ്ടും ഇങ്ങോട്ടേക്ക് സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ വരട്ടിയത് കൊണ്ട്, ഞാൻ പേടിപ്പിച്ചത് കൊണ്ട് അതെല്ലാം സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചതല്ലേ എന്ന് പറയും. അപ്പോൾ രേവതി പറയും, അല്ല, നമ്മൾ രാവിലെ തന്നെ ഈ വണ്ടി ഇവിടത്തേക്ക് വിട്ടതാണ്, ആ സമയത്ത് പകുതിക്ക് വെച്ച് ഇവിടെ നിന്ന് വണ്ടി അടക്കം തട്ടിക്കൊണ്ട് പോയി എന്നിങ്ങനെ പറയും. അതുകൊണ്ടാണ് എത്തിക്കാൻ പറ്റാതിരുന്നത്, ലേറ്റായി പോയതെന്ന്. അപ്പോൾ സച്ചിയോട് എന്താ പറയുക, വിജയകുമാർ സാർ ചോദിക്കും, സത്യമാണ് ഈ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ രേവതി തന്നെ പറയും, സത്യമാണ് സാർ പറഞ്ഞത്, എന്നിട്ട് ആരോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് സച്ചിനെ വിടാൻ വേണ്ടി പറയും. എന്നിട്ട് സച്ചി ഇങ്ങനെ ഫോൺ കീശയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാത്ത ഒരാൾ പറയും, കത്തി എടുക്കുന്നതെന്ന് തോന്നുന്നു ഇങ്ങനെ പറയും. അപ്പോൾ ചെറിയൊരു പേടിയൊന്നും പക്ഷേങ്കിലല്ല, ഫോൺ എടുത്തിട്ട് ഇങ്ങനെ രാവിലെ നമ്മൾ വിടുന്നതിന് മുന്നേ ഫോട്ടോ എടുത്തത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ വണ്ടി പോയപ്പോൾ ഗ്രൂപ്പിലിട്ട മെസ്സേജ് ഓഡിയോ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ പറയും, അതിലൊരാൾ ഈ മെസ്സേജ് കണ്ടിട്ട് അതിലൊരാൾ, ഒരു ഫ്രണ്ട് എന്നെ ഫോൺ വിളിച്ചിട്ട്, അവൻ വണ്ടി കണ്ടിട്ട് ഫോൺ വിളിച്ചിട്ടാണ് ഞാൻ വണ്ടി ചേസ് ചെയ്ത് പിടിക്കുക ചെയ്തത്, ആൾക്കാരെ എൻ്റെ കയ്യിൽ കിട്ടിയതായിരുന്നു, പക്ഷേങ്കിൽ അവൻ രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു എന്നിങ്ങനെ പറയും. പിന്നെ ഇവിടെ പൂവ് കൃത്യസമയത്ത് പൂവ് എത്തിക്കേണ്ടത് കൊണ്ട് അവരെ പിന്തുടരാൻ എനിക്ക് പറ്റിയില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ, സത്യമാണല്ലേ, തട്ടിക്കൊണ്ടുപോയി സത്യമാണല്ലേ എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, അതിനല്ലേ ഞാൻ നേരത്തെ വന്നപ്പോഴേ പറയുന്നത്, അതന്നെയല്ലേ സാർ എന്നിങ്ങനെ പറയും. എന്നിട്ട് സാറിനെ ഞാൻ ഒരിക്കലും ചതിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് പൂവിടെ എത്തിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ സച്ചി പറയും. ഇവിടെ സമയത്തിന് എത്തിക്കാൻ കഴിയില്ലേ എന്നുള്ളൊരു വിഷമേ ഉണ്ടായിട്ടുള്ളൂ, ഞാൻ തന്ന വാക്ക് പാലിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് ഇങ്ങനെ ആരാണെന്നറിയുമോ എന്നിങ്ങനെ ചോദിക്കും വിജയകുമാർ സാർ. അപ്പോൾ സച്ചി പറയും, ആരാണെന്നറിയില്ല, അവരെ കൈ കിട്ടിയതായിരുന്നു, രക്ഷപ്പെട്ടു പോയി എന്നിങ്ങനെ പറയും. അപ്പോൾ വിജയകുമാർ സാർ പറയും, അപ്പോൾ ഇത് എൻ്റെ കക്ഷികൾ കളിച്ചതായിരിക്കും, അവർ നേരിട്ട് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്താ പറയുക, ഇങ്ങനെ വളഞ്ഞ വഴി കൂടെ കളിച്ചതായിരിക്കും, അവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഈ ഇലക്ഷനൊന്ന് കഴിയട്ടെ, അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക ആരാണെന്ന്, എന്നെ നാണം കെടുത്താനും ആണ് അവൻ ശ്രമിച്ചതെന്നൊക്കെ പറയും. എന്നിട്ട് സച്ചിക്ക് ഇങ്ങനെ ഒരു കൈ കൊടുക്കും. എന്നിട്ട് നീ എൻ്റെ മാനം രക്ഷിച്ചു, നീ എൻ്റെ മാനം കാത്തു എന്നൊക്കെ പറഞ്ഞിട്ട്, നിന്നെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, സോറി, അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട, പൂവ് എത്താത്തുള്ള ടെൻഷൻ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്, സോറി എന്നൊക്കെ പറയും. എന്നിട്ട് സച്ചിക്ക് ബാക്കി എടുക്കാനുള്ള കാശ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് മുഴുവൻ കാശ് ഇവൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ സച്ചി പറയും, എൻ്റെ ഭാര്യയാണ് ഈ പൂക്കടൻ്റെ ഓണർ, അവളാണ് ഉറക്കൊഴിച്ച് കെട്ടിയതെന്നൊക്കെ പറയും. എന്നിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് നീട്ടും. രേവതി അങ്ങനെ പൈസ വാങ്ങും. പിന്നെ
ഒരു സന്തോഷത്തിന് 5000 രൂപ എക്സ്ട്രാ എടുക്കും. എന്നാ എൻ്റെ ഒരു സന്തോഷത്തിന് നീ വെച്ചെന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് അങ്ങനെ കൊടുക്കും. സച്ചി അത് വേണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ സച്ചിയുടെ കയ്യിൽ വെച്ച് കൊടുക്കും. എൻ്റെ ഒരു സന്തോഷത്തിന് പിന്നെ നീ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വന്ന് കാണണം, ഞാൻ അപ്പം തന്നെ ചെയ്തു തരും. നീ രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പൂവിട്ട് സ്വീകരിക്കുകയായിരുന്നു, നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ കുറച്ച് എന്താ പറയുക പുകഴ്ത്തിയൊക്കെ പറയുകയും ചെയ്യും. സച്ചിക്കത് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് വേഗം പൂവൊക്കെ ഓഡിറ്റോറിയത്തിലെത്തിക്ക് എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അനൂപ് നീങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ സൈഡിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും, നിൻ്റെ തല പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്, ഭാഗ്യത്തിന് നീ ഇവിടെ പൂ എത്തിച്ചു, എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ പൂവൊക്കെ എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനും അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ രേവതിക്കും സച്ചിക്കും ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് അവർ രണ്ടാളും കൂടെ ഓട്ടോയിൽ ഇങ്ങനെ വരും. അപ്പോൾ സച്ചി ഇങ്ങനെ പറയും, നീ എന്തിനാണ് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, അത് പിന്നെ വണ്ടി തട്ടിക്കൊണ്ടുപോയ കാര്യം അവരും കൂടെ അറിഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പൂക്കടേന് മുന്നിൽ ഇന്നലെ പൂ കെട്ടിയ ആ ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് 3 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും പൂ കെട്ടാൻ പോയി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് രേവതി അവിടെ ഇറങ്ങും. എന്നിട്ട് എങ്ങനെയുണ്ട്, ആരാ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ആരാണെന്ന് അറിയില്ല, അവർ രക്ഷപ്പെട്ടു പോയി, അല്ല അതല്ല പറയാം, ഇത് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പ്രശ്നമായിരുന്നു. പിന്നെ വിജയകുമാർ സാറല്ലേ നടത്തുന്നത്, അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് മറ്റേ എതിർ കക്ഷി പറഞ്ഞതാണെന്ന് അല്ല ചെയ്യിപ്പിച്ചതാണെന്നുള്ള രീതിയിലാണ് സച്ചി പറയാം. അങ്ങനെ തന്നെ പറയാം. ആൻ്റണിയുടെ കാര്യം ഇല്ല, അത് ഒരു സംശയമായിട്ട് വന്നിട്ടേ ഇല്ല. എന്നിട്ട് സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. വണ്ടി കിട്ടിയല്ലോ അതന്നെ സമാധാനം എന്ന് പറയും. എന്നിട്ട് സച്ചി പറയും, എന്താ ഇവർക്ക് പൈസ കൊടുക്കുമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ രേവതി സച്ചിയേട്ടൻ കൊടുക്കുമെന്ന് പറയും. എന്നിട്ട് രേവതി എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ നോക്കുമ്പോൾ അവർ പറയും, അയ്യോ ഞങ്ങൾക്ക് എന്തിനാ പൈസ, ഞങ്ങൾ പൈസക്കല്ല വന്നത്, ഞങ്ങളെ വീട്ടിലെ തന്നെ മോളായിട്ടുള്ള രേവതിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നിങ്ങനെ പറയും. പിന്നെ ഇവരെല്ലാവരും രണ്ടാളും കൂടെ ഭയങ്കര നിർബന്ധിക്കും, ആ ചേച്ചിമാർ വേണ്ടാന്ന് പറയും, ഇതൊക്കെ തന്നെ. എന്നിട്ട് ഞങ്ങളൊരു രൂപ പോലും വാങ്ങിക്കുന്നില്ല, ഇവളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കില്ല എന്ന് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനം എടുത്തതെന്ന് പറയും. അപ്പം എന്നിട്ട് നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സച്ചിക്ക് ഒരു കോൾ വരും. ബാക്കി തട്ടിക്കൊണ്ട് ആരാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് സൈഡിൽ നീങ്ങിയിട്ട് വർത്താനം പറയും. അപ്പോൾ രേവതിയോട് ചോദിക്കും, ഈ പൈസ എന്ത് ചെയ്യാനാണ് ഭാവം, ബാങ്കിലിടാനാണോ എന്നൊക്കെ ചോദിക്കും ആ ചേച്ചിമാർ. അപ്പോൾ രേവതി പറയും, അല്ല എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, സച്ചിയേട്ടന് ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കും ഇതിനെ കൊണ്ട് എന്നിങ്ങനെ പറയും. കുറേ കാലമായില്ലേ ഓട്ടോ ഓടിക്കുന്നു, കുറച്ച് ദിവസമായാലും ഓട്ടോ ഓടിക്കുന്നു, ഇനി സച്ചിയേട്ടൻ്റെ സ്വന്തം കാർ ഓടിക്കണം, അതിനെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയണം. അപ്പോൾ ഈ പൈസ കൊണ്ട് കിട്ടുമോ എന്നിങ്ങനെ ആ ചേച്ചിമാർ ചോദിക്കും. അപ്പോൾ രേവതി പറയും, അതൊന്നും അറിയില്ല, നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. വീട്ടിൽ കാണിക്കും. വീട്ടിലാണെങ്കിൽ നമ്മുടെ രവിയച്ഛൻ ടെൻഷൻ അടിച്ച് നിൽക്കും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് പറയും, എന്തിനാണ് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, സ്വർണ്ണമാലൊന്നുമല്ലല്ലോ ഇങ്ങനെ പറയും. അപ്പോൾ രവിയച്ഛന് ദേഷ്യം പിടിക്കും, നീ അങ്ങോട്ട് മാറി നിന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അപ്പോഴത്തേക്ക് സച്ചി രേവതി അവിടെ എത്തും. എന്നിട്ട് സംഭവങ്ങളൊക്കെ പറയും. ആരാ വണ്ടി തട്ടിക്കൊണ്ടുപോയെന്ന് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അത് ഇവർ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്, വീണ്ടും അവിടെ അങ്ങനെ തന്നെ പറയും. വിജയകുമാർ സാറിനെ പിന്നെ മാനം കെടുത്താൻ വേണ്ടിയിട്ട് മറ്റേ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്തതാണ്, അതിൽ നമ്മൾ ബലിയാടായിപ്പോയി എന്നുള്ള രീതിയിൽ, നമ്മളതിൻ്റെ അകത്തൊക്കെ പെട്ടുപോയി എന്നുള്ള രീതിയിൽ പറയും. എന്നിട്ട് ആൾക്കാരെ പിടിച്ചായിരുന്നു, പിന്നെ കിട്ടിയില്ലെന്നൊക്കെ പറയും. അപ്പോൾ രവിയച്ഛൻ പറയും, അതൊക്കെ അങ്ങ് വിട്ടേക്ക്, രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയും. എന്നിട്ട് പൂവൊക്കെ കൊടുത്തോ, പൈസയൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, പൈസയൊക്കെ കിട്ടിയെന്നിങ്ങനെ പറയും. എന്നിട്ട് എന്നാ ഇത് അച്ഛൻ വെച്ചോ എന്നിങ്ങനെ പറയും. അപ്പോൾ രവിയച്ഛൻ പറയും, എനിക്ക് വേണ്ട, നിങ്ങളല്ലേ രാത്രി ഉറക്കമൊഴിച്ച് പണിയെടുത്തത്, നിങ്ങൾ തന്നെ എടുത്തോ, നിങ്ങൾക്കുള്ള പൈസ എന്ന് പറയും. എന്നിട്ട് സച്ചി പറയും, അല്ല രേവതി പറയും, നമുക്ക് ഇത്രയും പൈസ ആദ്യമായിട്ട് കിട്ടുന്നത് അച്ഛൻ തന്നെ നമ്മൾ അനുഗ്രഹിച്ച് നമുക്ക് ഇത് പൈസ തരണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ തിരിച്ചു കൊടുത്തിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കും. ചന്ദ്രമതി ഇങ്ങോട്ട് വിളിക്കും രവിയച്ഛൻ. ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. എന്നാലും രവിയച്ഛൻ പറയുമ്പം കേൾക്കാതിരിക്കില്ലല്ലോ, അതുകൊണ്ട് ചന്ദ്രമതി വെറുതെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ട്. എന്നിട്ട് രവിയച്ഛൻ്റെ കാല് തൊട്ടിട്ട് രണ്ടാളും അനുഗ്രഹമൊക്കെ വാങ്ങി. എന്നിട്ട് രവിയച്ഛൻ സച്ചിക്ക് നേരെ പൈസ തന്നിട്ടും, അപ്പോൾ സച്ചി പറയും, ഓണർക്ക് കൊടുക്കുക അച്ഛാന്ന് പറയും. രേവതി കൊടുക്കും, രേവതി അത് വാങ്ങും. എന്നിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ അത് വാങ്ങിയിട്ട് കയ്യിൽ വെക്കും. ഇനിയും നിങ്ങൾക്ക് കുറേ പൈസ കിട്ടട്ടെ, ഓർഡർ കിട്ടട്ടെ, ഇനിയും വളരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രവിയച്ഛൻ അനുഗ്രഹിക്കുക. അത് കഴിഞ്ഞിട്ട് സച്ചി രേവതിയോട് പറയും, നീ പൂ വാങ്ങിയ പൈസ കൊടുക്കാൻ മാർക്കറ്റിൽ പോയിട്ട് കൊടുക്ക്, ഞാൻ ഒരു ഓട്ടോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ രവിയച്ഛൻ പറയും, നീ ഇന്നലെ ഉറങ്ങാത്തതല്ലേ, പോയിട്ട് ഉറങ്ങ്, ഇന്ന് എവിടെയും പോകണ്ടെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, നേരത്തെ ഏറ്റ ഓട്ടമാണ് അച്ഛാ, എന്തായാലും പോയിട്ട് വരാമെന്നിങ്ങനെ പറയും. അങ്ങനെ അതോടെ കഴിയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.